നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തിയ പകർച്ചവ്യാധിയാണ് വെസ്റ്റ് നൈൽ ഫീവർ. എന്താണ് വെസ്റ്റ് നൈൽ ഫീവർ എന്നും ഇതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. വെസ്റ്റ് നൈൽ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് വെസ്റ്റ് നൈൽ ഫീവർ. ഇതൊരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസാണ്. പ്രധാനമായും ക്യൂലെറ്റ്സ് ഇനത്തിൽപ്പെട്ട കൊതുകുകളാണ് വൈറസ് പടർത്തുന്നത്. ജപ്പനീസ് എൻസെഫലൈറ്റിസ് പടർത്തുന്ന വൈറസുകളോട് സാമ്യമുള്ളവരാണ് ഇവ. ഫ്ലാവി വൈറസ് ജനുസിലെ അംഗമാണിത്. 1937 ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ജില്ലയിലാണ് വൈറസ് ആദ്യമായി വേർപെടുത്തിയത്. 80% ആളുകളിലും രോഗലക്ഷണങ്ങൾ കാണിക്കാറില്ല. 20% ആളുകളിൽ 3 മുതൽ 14 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നു. നേരിയ ലക്ഷണങ്ങളുള്ള മിക്ക ആളുകളിലും പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നുണ്ട്. രോഗബാധിതരായ പക്ഷികളെ ഭക്ഷണമാക്കുമ്പോൾ കൊതുകുകളിൽ വൈറസ് എത്തുന്നു. വൈറസ് കൊതുകിൻ്റെ ഉമിനീർ ഗ്രന്ഥികളിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ഇവ കുത്തുമ്പോൾ വൈറസ് മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും പടർന്ന് അസുഖം ഉണ്ടാക്കുകയും ചെയ്യുന്നു. കാഷ്വൽ കോണ്ടാക്റ്റ് വഴി മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്ക് വൈറസ് പകരുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. പനി, തലവേദന, ക്ഷീണം, ശരീരവേദന, ഓക്കാനം, ഛർദി, ഇടയ്ക്കിടെ ചർമ്മത്തിലുള്ള ചുണങ്ങ്, ലിംഫ് നോഡ്സ് എൻലാർജ്മെൻറ്റ് എന്നിവയാണ് ലക്ഷണങ്ങൾ. കഠിനമായ ലക്ഷണങ്ങളിൽ മനുഷ്യരിൽ ന്യൂറോളജിക്കൽ രോഗങ്ങൾക്കും കാരണമാകാം. വൈറസ് ബാധിച്ച 150-ൽ ഒരാൾക്ക് കൂടുതൽ ഗുരുതരമായ രോഗമുണ്ടാകുമെന്ന് കണക്കാക്കുന്നു. 50 വയസ്സിന് മുകളിലുള്ളവർക്ക്, പ്രതിരോധശേഷി കുറഞ്ഞവർക്ക്, ട്രാൻസ്പ്ലാന്റ് രോഗികൾക്ക്, ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം, വൃക്കരോഗം തുടങ്ങിയ രോഗാവസ്ഥകളിലും അപകട സാധ്യത കൂടുതലാണ്. വെസ്റ്റ് നൈൽ വൈറസ് സ്പെസിഫിക് IgM സിറോളജിക്കൽ ടെസ്റ്റിംഗ് വഴിയോ പ്ലേക്ക് റിഡക്ഷൻ ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് വഴിയോ രോഗം നിർണ്ണയിക്കാം. പ്രത്യേകമായി വാക്സിനുകളോ മരുന്നുകളോ ഇതിനില്ല. ലക്ഷണങ്ങൾ, പ്രായം, പൊതു ആരോഗ്യം എന്നിവയെ ആശ്രയിച്ചാണ് ചികിത്സ. രോഗചികിത്സയേക്കാൾ പ്രധാനമാണ് രോഗം വരാതിരിക്കാനുള്ള പ്രതിവിധികൾ എടുക്കുന്നത്. കൊതുകിൻ്റെ ഉറവിടം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. വെളിയിൽ പോകുമ്പോൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഏജൻസി രജിസ്റ്റർ ചെയ്ത റിപ്പല്ലൻറ്റുകൾ ഉപയോഗിക്കുക. ശരീരം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വെസ്റ്റ് നൈലിൻ്റെ നേരിയ ലക്ഷണങ്ങൾ സാധാരണയായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്നതാണ്. ചിലരിൽ ക്ഷീണവും പേശികളിലുള്ള ബലഹീനതയും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാവാം. 1% ആളുകളിൽ മാത്രമാണ് രോഗം കഠിനമാകാനും മരണസാധ്യതയും കാണുന്നത്. തക്കതായ മുൻകരുതലുകളോടെ ഈ മഴക്കാല പകർച്ചവ്യാധികളെ നമുക്ക് ചെറുത്തു നിൽക്കാൻ കഴിയുന്നതാണ്. ഇത്തരം ഉപയോഗപ്രദമായ വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.